മലയാള സിനിമാ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്ത. നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പല നടന്മാരുടെയും ഭാവി തന്നെ മാറ്റിയെഴുതിയ ഒരു പ്രമുഖ സംവിധായകനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ആരോമമണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിരവധി മലയാള സിനിമകളാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി സിനിമാ നടന്മാരും നടിമാരുമാണ് ഇദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വീട്ടിലെത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ കുന്നുകുഴിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. 85 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ കാരണമാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. കുറച്ചു കാലമായി വാർദ്ധക്യ സംബന്ധമായ രോഗാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഒടുവിൽ 85-ാം വയസ്സിൽ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചു. നിരവധി മലയാള സിനിമകളാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഏകദേശം 60-ലധികം സിനിമകളാണ് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയത്. അതിൽ എടുത്തു പറയേണ്ട സൂപ്പർ ഹിറ്റ് മലയാളം സിനിമയാണ് ഒരു CBI ഡയറി കുറിപ്പ്, പിന്നെ ധ്രുവം എന്നിങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇദ്ദേഹം മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആരോമ മൂവീസിന്റെയും സുനിത പ്രൊഡക്ഷന്റെയും കീഴിലുള്ള ബാനറുകളിലാണ് ഇദ്ദേഹം 60-ലധികം സിനിമകളും സംവിധാനം ചെയ്തത്. പ്രശസ്ത നടൻ മധുവിനെ നായകനാക്കി 1977-ലാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹം ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം, ഒരു നല്ല ദിവസം എന്നിങ്ങനെയുള്ള ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചു. മലയാള സിനിമാ ലോകത്തിന് ഒരിക്കലും മറക്കാനാകാത്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് കമ്മീഷണർ. സുരേഷ് ഗോപിയാണ് ഈ സിനിമയിലെ നായകനായി എത്തിയത്. ഈ സിനിമയും സംവിധാനം ചെയ്തത് ആരോമമണിയായിരുന്നു. ഈ സിനിമകളൊക്കെ തന്നെയും മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാവാത്തവയാണ്. അങ്ങനെയൊക്കെ തന്നെയും മലയാള സിനിമയിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ആരോമമണിയുടെ മരണവാർത്തയറിഞ്ഞ നിരവധി പേരാണ് ഇദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നത്. മലയാള സിനിമയിൽ നിന്നും നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്.